അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എക്സസൈസ് 9.1 ആണ്. അപ്പോൾ 9.1-ലെ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇന്ന് നമ്മൾ 6ാമത്തെ ക്വസ്റ്റ്യനാണ് എടുക്കുന്നത് കേട്ടോ. 4ഉം 5ഉം നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഇതിന് ശേഷമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ റെപ്രസെന്റ് ദ സെയിം റാഷണൽ നമ്പേഴ്സ്? ഇതിൽ ഏതാണ് സെയിം ആയിട്ടുള്ള റാഷണൽ നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഒന്നുകിൽ ഇതിനെ റെഡ്യൂസ് ചെയ്തെടുക്കുക. റെഡ്യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വന്നേക്കുന്നത് -7/21 അതുപോലെ തന്നെ 3/9 ആണ്. നിങ്ങൾക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നത്ര സിംപ്ലിഫൈ ചെയ്യാം. അതായത് 21 എന്ന് പറഞ്ഞാൽ ഡിവിസിബിൾ ബൈ 7 അല്ലേ. അപ്പൊ 7 1s are 7, 7 3s are 21. അപ്പൊ എത്ര കിട്ടും ആൻസർ? -1/3 എന്ന് പറഞ്ഞു കിട്ടും. അതുപോലെ 3/9 നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും? 3 1s are 3, 3 3s are 9. അപ്പൊ എത്ര കിട്ടും? 1/3. കണ്ടോ? ഇത് രണ്ടും സെയിം ആണോ? അല്ലല്ലോ. ഒരെണ്ണം നെഗറ്റീവും ഒരെണ്ണം പോസിറ്റീവും അല്ലേ വന്നേക്കുന്നത്. അപ്പം ഇത് രണ്ടും എന്തല്ല? ഡു നോട്ട് റെപ്രസെന്റ് എന്താണ്? സെയിം റാഷണൽ നമ്പേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. ഇനി ഇതല്ലാതെ വേറൊരു വഴിയുണ്ട് കേട്ടോ. ഇതിപ്പം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ടിൽ തന്നേക്കുന്ന ഒരു വഴി ഇങ്ങനെ ഉണ്ട്. ഇത് കുറച്ച് എളുപ്പമുള്ള വഴിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. കണ്ടോ? -7/21 3/9. ഇതിനെ നിങ്ങൾ ക്രോസ് ഇവിടെ നമ്മൾ ഇതിന്റെ എന്തെടുക്കുക? എൽസിയം എടുക്കാം. എന്നിട്ട് രണ്ടെണ്ണത്തിന്റെ എന്ത് സെയിം ആക്കുക? ഫ്രാക്ഷൻ സെയിം ആക്കുക. ഡിനോമിനേറ്റർ സെയിം ആക്കുക. രണ്ടിന്റെ എൽസിയം ഡിനോമിനേറ്റർ ഉണ്ടല്ലോ നിങ്ങളിൽ, അതിന്റെ എൽസിയം എടുക്കാം. എന്നിട്ട് രണ്ട് ഫ്രാക്ഷനും എന്താക്കുക? സെയിം ആക്കുക. കണ്ടോ? അപ്പൊ ഈ -7/21 അവിടെ 9 കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ. അതുപോലെ തന്നെ 3/9 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്ത് വെച്ച് മൾട്ടിപ്ലൈ? 21 വെച്ച് മൾട്ടിപ്ലൈ. കണ്ടോ? അപ്പൊ ഒരു ഫ്രാക്ഷൻ -63 എന്ന് പറഞ്ഞു കിട്ടി, /189 എന്ന് പറഞ്ഞു കിട്ടി. അടുത്ത ഫ്രാക്ഷൻ 63/189 എന്ന് പറഞ്ഞു കിട്ടി. ഇതിന്റെ അകത്ത് -63യും നിങ്ങൾ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. -63 അല്ലല്ലോ 63. സോ ഇത് രണ്ടുപേരും എന്തല്ല? സെയിം റാഷണൽ നമ്പേഴ്സ് അല്ല. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെയും ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ചെയ്യാം. ഒന്നെങ്കിൽ റെഡ്യൂസ് ചെയ്ത് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. എത്രയാണ്? -16/20യും 20/25. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? -16/20 രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി -16/20 ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിൽ 25 വെച്ച് മൾട്ടിപ്ലൈ. ഇവിടെ -25 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. ഓക്കെ, -25 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന എത്ര വരും? -16 × -25 400/-500. അതുപോലെ തന്നെ -20/-25 ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിൽ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം? 20 വെച്ച് മൾട്ടിപ്ലൈ. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി. അപ്പൊ ആദ്യത്തെ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 400/-500 എന്ന് പറഞ്ഞ് കിട്ടി. രണ്ടാമത്തെ ചെയ്തപ്പോൾ എത്ര കിട്ടി? 400/-500. അപ്പൊ രണ്ടുപേരും സെയിം അല്ലേ? ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും നമുക്ക് സൈൻ എവിടെ വേണമെങ്കിലും എഴുതാം കേട്ടോ. ന്യൂമറേറ്ററിൽ എഴുതാം അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ എഴുതാം. അപ്പൊ രണ്ടുപേരുടെയും എന്ത് സെയിം ആണ്? രണ്ട് ഫ്രാക്ഷൻസും സെയിം തന്നെ അല്ലേ? അപ്പൊ നമുക്ക് അവർ രണ്ടുപേരും എന്താന്ന് പറയാം? സെയിം റാഷണൽ നമ്പർ ആണെന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ റെഡ്യൂസ് ചെയ്താലും മതി. എങ്ങനെയാ? -16/20 അല്ലേ, പിന്നെ 20/-25. ഞാൻ പറഞ്ഞില്ലേ, മൈനസിനെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. മൈനസിന്റെ മുകളിലോട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? -20/25 എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല. 4 വെച്ച് ക്യാൻസൽ ചെയ്യാൻ എത്ര ഇടും? 4 5s are 20, 4 4s are 60. അപ്പൊ ആൻസർ എന്ത് തോന്നുന്നു? -4/5. പിന്നെ റെഡ്യൂസ് ആകത്തില്ലല്ലോ. ഇത് 5ന്റെ മൾട്ടിപ്പിൾസ് ആണല്ലോ. അപ്പൊ എന്ത് വരും? 5 4s are 20, 5 4s are 20 അല്ലേ? അപ്പം -4, 5 5s are 25, -4/5. കണ്ടോ? രണ്ട് ഫ്രാക്ഷൻസും എന്താണ്? ലൈക്ക്, ദേ ആർ ലൈക്ക് അല്ലെ? അപ്പൊ അവര് എന്താണ്? ദേ റെപ്രസെന്റ് സെയിം റാഷണൽ നമ്പേഴ്സ്. ക്ലിയർ ആണല്ലോ ഐഡിയ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. -2/3യും 2/3. ഇവിടെ വി ഹാവ് സെയിം ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ഇപ്പൊ ഈ -2/-3 എന്ന് പറഞ്ഞാൽ അത് ക്യാൻസൽ ആയി പോകത്തില്ലേ? അപ്പൊ 2/3യും 2/3 എന്നല്ലേ വന്നേക്കുന്നത്. അപ്പം അവർ രണ്ടുപേരും എന്താണ്? -2ഉം -3 മുകളിലും താഴെ ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് ദേ റെപ്രസെന്റ് എന്താണ്? സെയിം റാഷണൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, വേറെ -3/5ഉം -12/20.
ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞ മെത്തേഡ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ് ചെയ്യുക, ഇല്ലെങ്കിൽ ഈ 20 എന്ന് പറയുന്ന നമ്മൾ ഇതിന്റെ LCM എടുക്കും. LCM നമ്മൾ ഇതിന്റെ ഫ്രാക്ഷൻസ്, ഈ രണ്ട് ഫ്രാക്ഷൻസിന്റെയും ഡിനോമിനേറ്റർ സെയിം ആക്കുവാണ്. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ 5നെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 20 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 20നെ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പൊ എന്തൊരു -3 × 20 5 × 20. ഈ -12/20 ഡിനോമിനേറ്ററിൽ × 5, ന്യൂമറേറ്ററിൽ × 5. ഓക്കെ, അപ്പൊ എത്ര വന്ന ആൻസർ? ആദ്യത്തെ -60/100, രണ്ടാമത്തെ എത്ര കിട്ടി? -60/100 അല്ലെ? അപ്പൊ രണ്ടുപേരും സെയിം ആയിട്ട് തന്നെയല്ലേ വന്നേക്കുന്നത്. നിങ്ങൾ ഡിനോമിനേറ്റർ നോക്കണ്ട, ഡിനോമിനേറ്റർ സെയിം ആണല്ലോ. അപ്പൊ ന്യൂമറേറ്റർ മാത്രം നോക്കിയാൽ -60 = -60. അപ്പം ഇവർ രണ്ടുപേരും എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ദേ റെപ്രസെന്റ് എന്താണ്? സെയിം റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, ഐഡിയ കിട്ടിയല്ലോ. ഇനി അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ, അങ്ങനെയും ചെയ്യാം. അങ്ങനെ വേണേൽ അങ്ങനെയും ചെയ്ത് കാണിച്ചു തരാം. -3/5ഉം -12/20. -12/20 എന്ന് പറയുന്നിടത്ത് 2 വെച്ച് ക്യാൻസൽ ചെയ്യാം. 2 വെച്ചോ അല്ലെങ്കിൽ 4 വെച്ച് ക്യാൻസൽ ചെയ്യാം. 4 വെച്ച് ക്യാൻസൽ ചെയ്യാൻ എത്ര വരും? 4 3s are 12, 4 5s are 20. അപ്പം ആൻസർ -3/5 എന്ന് പറഞ്ഞു കിട്ടും. രണ്ടും സെയിം അല്ലേ? അപ്പം ദേ റെപ്രസെന്റ് സെയിം റാഷണൽ നമ്പേഴ്സ്. ഞാൻ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് 8/5ഉം -24/15 ആണ്. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ മെത്തേഡ് ഇപ്പോൾ ഏതാണ്ട് പരിചയമാണല്ലോ. ഞാനിപ്പം റെഡ്യൂസ് ചെയ്യുന്ന ഇപ്പുറത്തും ചെയ്തിട്ട് കാണിച്ചു തരാം. 8/5ഉം -24/15ഉം ഇത് രണ്ടും 3യുടെ മൾട്ടിപ്പിൾ ആണ്. ഇത് റെഡ്യൂസ് ചെയ്ത് കിടക്കും ഓൾറെഡി. 8/-5 എന്ന് പറയുന്നത് ഓൾറെഡി റെഡ്യൂസ് ചെയ്ത് കിടക്കുവാണ്. അപ്പൊ -24/15 എന്ന് പറഞ്ഞാൽ 3യുടെ മൾട്ടിപ്പിൾ. 3 വെച്ച് ക്യാൻസൽ ചെയ്യണത് 8 അല്ലെ? 3 × 8 ആണ് 24, 3 × 5 ആണ് 15, -8/5. ന്യൂമറേറ്ററിൽ എവിടെ വേണമെങ്കിലും എഴുതാന്ന് പറഞ്ഞല്ലോ ഞാൻ. സൈൻ ന്യൂമറേറ്ററിൽ എഴുതാം, ഡിനോമിനേറ്ററിൽ എഴുതാം. അപ്പൊ ഈ രണ്ട് ഫ്രാക്ഷൻസും എന്താണ്? സെയിം ആണ്. ഓക്കെ, സോ ദേ റെപ്രസെന്റ് എന്താണ്? സെയിം റാഷണൽ നമ്പേഴ്സ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1/3ഉം -1/9. ഇവര് സെയിം റാഷണൽ നമ്പേഴ്സ് ആണോ എന്നുള്ളതാണ് ഇവരുടെ ചോദ്യം. ന്യൂമറേറ്റർ സെയിം ആണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് തന്നെ എടുക്കണം. പക്ഷെ ഇവിടെ നിങ്ങൾ ഇതിന് ഫർദർ ആയിട്ട് റെഡ്യൂസ് ചെയ്യാനൊന്നും ഇല്ല. 1/3ഉം -1/9. അപ്പം ഉറപ്പായിട്ടും ഇത് എന്താണ്? ദേ ആർ നോട്ട് സെയിം റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കാം. ഇത് ഫുൾ റെഡ്യൂസ് ചെയ്ത് കിടക്കുവാണ്, ഫൈനൽ ഫോമിലാണ്. ഇനി നമുക്ക് ഇതിനെ ക്യാൻസൽ ചെയ്യാനൊന്നും ഇല്ല. അപ്പൊ ഇതിനകത്ത് നമുക്ക് 1/3നെ എന്ത് ചെയ്യാം? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എത്ര വെച്ച് മൾട്ടിപ്ലൈ? 9 വെച്ച് മൾട്ടിപ്ലൈ. അപ്പൊ 9/3. ഇപ്പുറത്തോ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 3 വെച്ച് മൾട്ടിപ്ലൈ. -3/20. കണ്ടോ? ഡിനോമിനേറ്റർ സെയിം ആയല്ലോ. ന്യൂമറേറ്റർ സെയിം ആണോ? അല്ലല്ലോ. സോ ദേ ഡു നോട്ട് റെപ്രസെന്റ് സെയിം റാഷണൽ നമ്പേഴ്സ്. നെക്സ്റ്റ് വൺ ഇതാണ് -5/9ഉം 5/9. സോറി. അപ്പൊ ഇവിടെ നമുക്ക് -5/-9 ഉണ്ട്, 5/-9 ഉണ്ട്. അപ്പൊ ഇവിടെ ഈ -1 ക്യാൻസൽ ആയി പോകും. അപ്പൊ എന്ത് കിട്ടും? 5/9 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി ഇവിടെ എത്ര കിട്ടുന്നത്? -5/9 ആണ്. കണ്ടോ? രണ്ടുപേരുടെയും ന്യൂമറേറ്റർ സെയിം അല്ലല്ലോ. ഒരെണ്ണം 5 ആണ്, ഒരെണ്ണം -5 അല്ലേ? സോ ദേ ഡു നോട്ട് റെപ്രസെന്റ് സെയിം റാഷണൽ നമ്പേഴ്സ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. റീറൈറ്റ് ദ ഫോളോയിങ് റാഷണൽ നമ്പേഴ്സ് ഇൻ ദ സിംപ്ലസ്റ്റ് ഫോം. ഈ റാഷണൽ നമ്പേഴ്സിനെ എല്ലാം നമ്മൾ എന്തിലോട്ട് എടുക്കണം? സിംപ്ലസ്റ്റ് ഫോമിലോട്ട് എടുക്കണം. സിംപ്ലസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നിങ്ങൾ അതിനെ റെഡ്യൂസ് ചെയ്താൽ മതി. ഓക്കെ, ക്യാൻസൽ ചെയ്യാവുന്ന അത്രയും ക്യാൻസൽ ചെയ്ത് മാറ്റുക, അത്രേ ഉള്ളൂ. ഇനി അല്ലെങ്കിൽ സാർ ഇവിടെ വേറൊരു മെത്തേഡ് പറയുന്നുണ്ട്, അതാണ് HCF എടുക്കുക. 8ന്റെയും 6ന്റെയും എന്തെടുക്കുക? HCF എടുക്കുക, ഹയസ്റ്റ് കോമൺ ഫാക്ടർ എടുക്കുക. അപ്പൊ ഇവിടെ 8ന്റെയും 6ന്റെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പം ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 8നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ എത്ര കിട്ടും? -4. 6നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 3. അപ്പം ആൻസർ എത്ര വന്നു? -4/3 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി അങ്ങനെയല്ല നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിനെ നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. 2 വെച്ച് ക്യാൻസൽ ചെയ്യാൻ പറ്റുമല്ലോ രണ്ടും. 2 3s are 6, 2 4s are 8. സോ ആൻസർ ഈസ് -4/3. ഇങ്ങനെ എഴുതിയാലും മതി. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഹയർ ക്ലാസ്സുകളിലോട്ട് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ HCF ഒക്കെ കണ്ടുപിടിച്ചെടുത്ത് ചെയ്യാനാണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. അപ്പം എപ്പോഴും നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കളയാനായിട്ടുള്ള മെത്തേഡ്സ് പഠിച്ചു വെക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ
എന്താണ് 25 ഡിവൈഡഡ് ബൈ 45. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ HCF എടുത്തു 5 ഡിവൈഡ് ചെയ്യാം, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഡിവൈഡ് ചെയ്യാം. അപ്പൊ ആൻസർ എത്ര കിട്ടും? 5/9. അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്താലും മതി. 25/45 5ന്റെ മൾട്ടിപ്പിൾ ചൊല്ലിക്കേ. 5 5s are 25, 5 into 9s are 45 അല്ലേ? അപ്പൊ എത്ര കിട്ടി? 5/9 കിട്ടിയില്ലേ? അടുത്ത് -44/72. ഇതിന്റെ HCF എടുത്താൽ 4 കിട്ടും. അപ്പൊ 4 വെച്ച് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഡിവൈഡ് ചെയ്യണം. -11/18 എന്ന് പറഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ ഇതുപോലെ തന്നെ ക്യാൻസൽ ചെയ്തും ചെയ്യാം. അത്ര ഒരു 72 അല്ലേ? അപ്പം 4 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 4 1s are 4, 4 1s are 4, -11 കിട്ടും. 72 4 കൊണ്ട് ഡിവിസിബിൾ ആണല്ലോ. 4 1s are 4, 32 8. എത്ര കിട്ടും ആൻസർ? -11/18. ഇതാണ് ഇതിന്റെ ഇതാണ് ഇതിന്റെ സിംപ്ലിഫൈഡ് ഫോം കേട്ടോ. നെക്സ്റ്റ്, അപ്പോ നമുക്ക് ഇവര് ചോദിച്ചേക്കുന്നത് 2 റാഷണൽ നമ്പേഴ്സ് അപ്പുറത്തും ഇപ്പുറത്ത് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ നമ്മളൊരു ബോക്സ് വന്നിട്ടുണ്ട്. അപ്പൊ ആ ബോക്സിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സിമ്പൽ ഇൻസർട്ട് ചെയ്യാനാണ് അവരുടെ ചോദ്യം. ഓക്കെ, ഇതിപ്പോ നിങ്ങൾക്ക് ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. ഞാനൊരു എളുപ്പമുള്ളൊരു വഴി പറഞ്ഞുതരാം. ചെറിയ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ 2/3, പക്ഷെ ഞാൻ ഇവിടെ അത് അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ചുമ്മാ നിങ്ങൾ ഹയർ ക്ലാസ്സുകളിലോട്ടൊക്കെ പോകുമ്പോൾ ചുമ്മാ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നുള്ളൂ. 2/3 1/4. ഇതിൽ ആരാ വലുതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്തേക്കണം എന്നറിയോ? ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേക്കണം, ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേക്കണം. കണ്ടോ? 4 into 2 എത്രയാ? 8. 3 into 1 എത്രയാ? 3. ആരാ വലുത്? 8 ആണോ വലുത്? 3 ആണോ വലുത്? 8 ആണ് വലുത്. കണ്ടോ? ഇതേ സംഭവം തന്നെ ഇവിടെ ഇട്ട് കൊടുക്കണം. എവിടെ? 2/3 greater than 1/4. പിടികിട്ടിയുണ്ടോ? ഇതൊരു ട്രിക്കാണ്. ഇത് എളുപ്പം ചെയ്യാനുള്ള ട്രിക്കാണ്. നമുക്ക് നോക്കി മനസ്സിലാക്കാം ആരാണ് വലുതെന്ന്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ 1/5 1/6 ആരാ വലുത്? ഇത് ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേക്കണം, ഇത് ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേക്കണം. ഡിനോമിനേറ്റർ ഒന്നും മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. 6 പുറത്തോട്ട് മൾട്ടിപ്ലൈ ആണ് 5. ആരാ വലുത്? 6 അല്ലേ? അപ്പൊ ഇതേ സംഭവം തന്നെ ഇവിടെ ഇട്ട് കൊടുക്കണം. ഈ ഒരു സിമ്പിൾ തന്നെ മുകളിൽ ഇട്ട് കൊടുക്കണം. അപ്പൊ എത്ര വരും? 1/5 greater than എന്താ? 1/6. ഇങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഓക്കെ, പക്ഷെ നമ്മൾ ഇവിടെ ഇത്തരത്തിലുള്ള മെത്തേഡ്സ് ഉപയോഗിക്കുന്നില്ല. നമ്മൾ കുറച്ച് കൺവെൻഷണൽ മെത്തേഡ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ് കൺവെൻഷണൽ മെത്തേഡ്സ്? -5/7 ആണോ 2/3 ആണോ? അതിന്റെ ഇടയിലുള്ള ബോക്സിൽ നിങ്ങൾ എന്ത് എഴുതണം? അപ്പം ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് നോക്കും. ഇവിടെ നമ്മൾ ഇതിന്റെ ഡിനോമിനേറ്റേഴ്സ് എന്താക്കാൻ പോകണം? സെയിം ആക്കാം. ഡിനോമിനേറ്റർ സെയിം ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ -5/7 എന്ത് ചെയ്യണം? ഈ 3 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യണം. ആ 3 ഇവിടുത്തെ അടുത്ത ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ ആണ്. അതുപോലെ തന്നെ 2/3 എന്ത് ചെയ്യണം? ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പൊ രണ്ടുപേരുടെയും ഡിനോമിനേറ്റർ സെയിം ആയി 21. അപ്പൊ പിന്നെ നമ്മൾ ന്യൂമറേറ്റർ കമ്പയർ ചെയ്താൽ -15 ആണോ 14 ആണോ വലുത്? മൈനസ് അല്ലേ? മൈനസ് ആകുമ്പോൾ എപ്പോഴും ചെറുതായിരിക്കും. -5 ആണോ -5 ആണോ 4 ആണോ വലുത്? അത് 4 ആ. കാര്യം നെഗറ്റീവ് അല്ലേ? നെഗറ്റീവ് വന്നാൽ അത് ചെറുതായിരിക്കും കേട്ടോ. അപ്പൊ ഇവിടെ ഏതാ വലുത്? ഏതാ? -15/21 ആണ്. 14/21 -14/21 ആണ് -15/21 വലുത് കേട്ടോ. അപ്പം നമുക്ക് ഇത് തന്നെ ഇപ്പുറത്തോട്ട് വിട്ടു കൊടുക്കുക. എന്താണ്? -15/21 എന്ന് പറഞ്ഞാൽ -5/7 ആണ്. ഈ 14/21 എന്ന് പറഞ്ഞാൽ 2/3 ആണ്. അപ്പൊ ആരാ വലുത്? 2/3 വലുതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ -4/5 -5/7. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ രണ്ടിന്റെയും എന്താക്കണം? ഡിനോമിനേറ്റർ സെയിം ആക്കണം. അപ്പൊ നമ്മൾ ഇതിന്റെ -4/5ന്റെ ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിൽ എന്ത് വെച്ച് മൾട്ടിപ്ലൈ? 7 വെച്ച് മൾട്ടിപ്ലൈ. അതുപോലെ തന്നെ ഇപ്പുറത്തെ -5/7ന്റെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എത്ര വെച്ച് മൾട്ടിപ്ലൈ? 5 വെച്ച് മൾട്ടിപ്ലൈ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്ത് ഇവിടെ 7 വെച്ചല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? -4 into 7 -28, 5 into 7 35. ഇവിടെ അതുപോലെ തന്നെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററും 5 വെച്ച് മൾട്ടിപ്ലൈ. അപ്പൊ -25 താഴെ 35. നോക്കാം, ഡിനോമിനേറ്റർ സെയിം അല്ലേ? ന്യൂമറേറ്റർ കമ്പയർ ചെയ്യാം. ന്യൂമറേറ്ററിൽ ആരാ വലുത്? -25 അല്ലേ -28 വലുത്? അറിയാലോ അല്ലെ? അറിയാൻ മേലാത്തവര് പഠിച്ചോളണം കേട്ടോ അതൊക്കെ. -3 എന്ന് പറയുന്നത് -4 വലുതാണ് കേട്ടോ. അപ്പൊ ഇവിടെ എന്ത് വരും? ഇത് എന്ന് പറയുന്നത് എന്താണ്? -25/35 എന്ന് പറഞ്ഞാൽ -5/7 അല്ലേ?
-28/35 എന്ന് പറഞ്ഞാൽ -4/5 അല്ലേ? അപ്പൊ നമ്മൾ ഈ സിമ്പിൾ ഇവിടെ ഇട്ട് കൊടുക്കും. അപ്പൊ ആരാ വലുത്? -5/7 ആണ് -4/5നേക്കാളും വലുത്. അടുത്തിലോട്ട് പോവാം. എത്ര? -7/8ഉം 14/16. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾ ആദ്യത്തെ ഫ്രാക്ഷനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 16 വെച്ച് മൾട്ടിപ്ലൈ, 16 അല്ല -16, ഡിനോമിനേറ്ററിൽ എന്താണോ അതുകൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ആൻസർ എത്ര കിട്ടി? 112/-128. ഇനി ഇവിടെ അതുപോലെ തന്നെ 14/16 അവിടെ ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിൽ 8 വെച്ച് മൾട്ടിപ്ലൈ. അപ്പൊ എത്ര കിട്ടി? 112/-128 എന്ന് പറഞ്ഞു കിട്ടി. കണ്ടോ? അപ്പൊ ഇവിടെ ഇപ്പൊ ഡിനോമിനേറ്റർ സെയിം ആയല്ലോ. അപ്പൊ നമുക്ക് ഇനി ന്യൂമറേറ്റർ കമ്പയർ ചെയ്താൽ മതിയല്ലോ. ന്യൂമറേറ്റർ സെയിം അല്ലേ? അപ്പൊ ഈ രണ്ട് ഫ്രാക്ഷൻസും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? -7/8 is equal to എന്താണ്? 14/16 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, കിട്ടിയല്ലോ. ഇനി നെക്സ്റ്റ് എത്രയാ? -8/5ഉം -7/4. അപ്പൊ ഇത് നിങ്ങളൊന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കാം. ഒന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്തല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ -1/3ഉം -1/4ഉം കമ്പയർ ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തേക്കണം? ഇതിന്റെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എത്ര വെച്ച് മൾട്ടിപ്ലൈ ആണ്? 4. 1 × 4 താഴെ -3 × 4. ഇപ്പുറത്ത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ -3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഫ്രാക്ഷൻ എങ്ങനെ വന്നു? 4/-12ഉം 3/-12ഉം. നിങ്ങൾ ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്റർ മാത്രം കമ്പയർ ചെയ്യുക കേട്ടോ. ഫ്രാക്ഷൻസ് ഇവിടെ ഒപ്പം വരാൻ നേരത്ത് നിങ്ങൾ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ പിന്നെ നിങ്ങൾ ന്യൂമറേറ്ററിൽ ആരാന്ന് മാത്രം നോക്കുക. നിങ്ങൾ ഡിനോമിനേറ്ററിൽ മൈനസ് ഉണ്ടെന്ന് പറഞ്ഞ് ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവില്ല കേട്ടോ. ന്യൂമറേറ്ററിൽ ആരൊക്കെ ഉണ്ട്? 4ഉം 3ഉം ഉണ്ട്. ആരാ വലുത്? 4 ആണോ 3 ആണോ വലുത്? 4 ആണ് വലുത്. സോ 4/-12 is greater than 3/-12. സോ അത് തന്നെ നിങ്ങൾ അവിടെ മുകളിൽ അപ്ലൈ ചെയ്യുക. എന്ത് വരും? 1/-3 is greater than എന്താണ്? -1/4 അല്ലെങ്കിൽ 1/-1. എവിടെ വേണമെങ്കിലും ഇടാമല്ലോ മൈനസ്. അങ്ങനെ നിങ്ങൾക്ക് അത് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം ഈ മൈനസ് ആറാമത്തെ ക്വസ്റ്റ്യനിൽ 5/-11 എന്ന് പറഞ്ഞാൽ മൈനസിനെ മുകളിലോട്ടും കൊണ്ടുപോകാമല്ലോ. അപ്പം എന്താണ്? രണ്ടുപേരും സെയിം തന്നെയാണ്, ഫ്രാക്ഷൻ സെയിം ആണ്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? 0 പിന്നെ -7/6 ആണ്. അപ്പൊ അതില് നിങ്ങൾ എന്താണ്? 0 എന്ന് പറയുന്നിടത്ത് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ മൈനസ് ഇൻഡിജേഴ്സ് അല്ലെങ്കിൽ ഫ്രാക്ഷൻസ്. 0 എന്ന് പറയുന്നിടത്ത് മൈനസിനേക്കാൾ ഓൾവേസ് ഗ്രേറ്റർ ആണ്. അത് എന്ത് വന്നാലും 0 എന്ന് പറയുന്നത് ഗ്രേറ്റർ ആണ്. സോ നമുക്ക് ഇവിടെ 0 ഇസ് ഗ്രേറ്റർ ദാൻ എവറി നെഗറ്റീവ് നമ്പർ. സോ അതിന്റെ ആൻസർ എന്ത് വരും? ഇവിടെ ഗ്രേറ്റർ ദാൻ എന്നുള്ള സിമ്പൽ വരും. ഓക്കെ, അപ്പൊ ഞാനിത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ആ നോട്ടിൽ ഞാൻ എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഭയങ്കര ഈസിയാണ്, ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി സ്പീഡിൽ പറഞ്ഞേ. നിങ്ങൾ നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.